6 ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള 36 വിദ്യാർത്ഥികളാണ് അൽ-യാസ്മിൻ സ്കൂളിൽ നടന്ന 4ാമത് റിയാദ് സോണൽ മത്സരത്തിൽ പങ്കെടുത്തത്. ഇതാദ്യമായാണ് മറ്റ് സ്ഥാപനങ്ങളിലുള്ള വിദ്യാർത്ഥികൾ മത്സരത്തിനെത്തിയത്. So the main concept is that students should learn the proceedings of UN, global leadership and the world citizenship. And it is not only restricted, PVS has created a platform to all the schools. So 12 രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചാണ് വിദ്യാർത്ഥികൾ മാതൃകാ അസംബ്ലിയിൽ പങ്കെടുത്തത്. ജനറൽ അസംബ്ലി, സെക്യൂരിറ്റി കൗൺസിൽ എന്നിവയിലെ പ്രതിനിധികൾ, ഒരു നിരീക്ഷകൻ എന്നിങ്ങനെ 3 പേരാണ് ഓരോ രാജ്യത്തെയും പ്രതിനിധീകരിച്ചത്. പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയായിരുന്നു ജനറൽ അസംബ്ലിയിലെ വിഷയങ്ങൾ. സ്ത്രീ സുരക്ഷയും കുട്ടികളുടെ അവകാശങ്ങളും എന്നതാണ് സെക്യൂരിറ്റി കൗൺസിൽ ചർച്ച ചെയ്തത്. അൽ-യാസ്മിൻ സ്കൂൾ, ഡൽഹി പബ്ലിക് സ്കൂൾ, ഇന്റർനാഷണൽ ഇന്ത്യൻ പബ്ലിക് സ്കൂൾ എന്നിവിടങ്ങളിലുള്ള വിദ്യാർത്ഥികൾ വിജയികളായി. It was a great experience. We thank the school and all the authorities for giving us such an auspicious opportunity. It's really a great platform for the students to exhibit their skills, knowledge and talent. ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഷൗക്കത്ത് പർവേസ്, സൗദി ഏവിയേഷൻ ഫ്ലൈറ്റ് അക്കാദമി മാനേജിംഗ് ഡയറക്ടർ വില്യം ബ്രോ, അൽ-യാസ്മിൻ പ്രിൻസിപ്പൽ കെ റഹ്മത്തുള്ള എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജിദ്ദ, റിയാദ്, ദമാം സോണൽ തലങ്ങളിലെ വിജയികൾ പങ്കെടുക്കുന്ന മെഗാ ഫൈനൽ മത്സരം അടുത്ത മാസം റിയാദിൽ നടക്കും. മീഡിയ 1 റിയാദ്.